സന്തോഷ വാർത്ത. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക അവസാന 2 2020 ടീമിൽ നിന്നും പരിക്ക് മൂലം നമ്മുടെ ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കി. പകരം 11 നമ്മുടെ സഞ്ജു സാംസൺ വന്നിട്ടുണ്ട്. അപ്പം സഞ്ജുവിൻ്റെ ഭാഗ്യക്കേടോ നിർഭാഗ്യക്കേടോ എന്താണെന്ന് അറിയില്ല. പ്രകൃതി വരെ സഞ്ജുവിനെ ചതിച്ചു. 4ാമത്തെ 2020 അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം സഞ്ജുവിനെ ക്യാപ്റ്റൻ ചതിക്കുന്നു, നമ്മുടെ കോച്ച് ചതിക്കുന്നു, സെലക്ടർമാർ ചതിക്കുന്നു, ടീമിൽ അവസരം കൊടുക്കാതെ ബെഞ്ചിലിരുത്തി എല്ലാവരും കൂടെ ചതിക്കുന്നു, കൂടെ പ്രകൃതിയും കൂടെ അവനെ ചതിച്ച് വശത്താക്കി. എന്താണ് പറയേണ്ടത്? ഇത്രയും ഭാഗ്യം കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. നമ്മുടെ സഞ്ജു മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് നമ്മുടെ സഞ്ജു തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം നമ്മുടെ യുവരാജ് സിംഗ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ശുഭ്മാൻ ഗില്ല് ഒന്നെങ്കിൽ ടെസ്റ്റിലും ഏകദിനത്തിലും മാത്രമായിട്ട് ഒതുങ്ങുക. 2020 പറ്റിയ പ്ലെയർ അല്ല. അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. ശുഭ്മാൻ ഗില്ല് 2020 പറ്റിയ പ്ലെയർ അല്ല. ഇനിയെങ്കിലും സ്വയം എങ്കിലും ഇതിൽ ടീമിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. സ്വയം എനിക്ക് പറ്റുന്ന പണിയല്ല, എന്നെ നിങ്ങൾ ടീമിൽ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. പിന്നെ അടുത്ത ഈ 2020 ഉപേക്ഷിച്ചു. ലാസ്റ്റ് 2020 സഞ്ജു ടീമിലുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. അടുത്ത കളിയിൽ സഞ്ജുവിനെ ടീമിൽ 11 ഉൾപ്പെടുത്തുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കോച്ചും ക്യാപ്റ്റനും ഒക്കെ ഇത്തരക്കാരാണല്ലോ. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ ഭാഗ്യം. പക്ഷെ ഇന്നത്തെ കളിയിൽ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ, അഥവാ ഇന്ന് പെട്ടെന്ന് പുറത്തായെങ്കിൽ പോലും, അല്ലെങ്കിൽ അടുത്ത കളിയിൽ മോശം പ്രകടനം, ഈ കളിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ അടുത്ത സീരീസിലോട്ടും പറയാൻ സഞ്ജുവിന് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ കളിയിൽ നടക്കാത്തതുകൊണ്ട് അടുത്ത കളിയിൽ പെട്ടെന്ന് അഥവാ പുറത്തായെങ്കിൽ ഇവർ ഇനിയുള്ള സീരീസിൽ ടീമിൽ നിന്ന് പുറത്താക്കാൻ വരെ മടിക്കില്ല. അങ്ങനത്തെ സെലക്ടർമാരും കോച്ചും ക്യാപ്റ്റനൊക്കെയാണ് നമ്മുടെ ഇന്ത്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ സഞ്ജുവിനും അത് കഴിയട്ടെ. അടുത്ത കളിയിലെങ്കിലും 11 ഉണ്ടാവട്ടെ. നല്ല പ്രകടനം നടത്തി സഞ്ജുവിന് ഇന്ത്യൻ ടീമിൻ്റെ സ്ഥിര സാന്നിധ്യമാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.